ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മോർണിംഗ് ടു ന്യൂൺ വ്ളോഗ് എന്നൊക്കെ പറയാം. അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് മുരിങ്ങയിലയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഷക്ലാൻ പർച്ചേസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പർച്ചേസും കാര്യങ്ങളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പർച്ചേസിന് പോയപ്പോഴത്തേനും ഞാൻ വാങ്ങിച്ചതാണ് കുറച്ച് മുരിങ്ങയില വാങ്ങിച്ചു. മുരിങ്ങയില എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ മുരിങ്ങയില വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ കോമൺ ആയിട്ട് എന്നും എടുക്കാറുള്ളത് നമ്മുടെ ചീരയില്ല, നമ്മുടെ സാദാ ചീര. അതെന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ചീപ്പ് റേറ്റുമാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേനും ഞാൻ അങ്ങനെ മുരിങ്ങയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും വെക്കലൊക്കെ കുറച്ച് മെനക്കേടാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും നാളായിട്ട് മുരിങ്ങയില വാങ്ങിച്ച് നോക്കിയില്ല. അപ്പോൾ ഇന്നലെ പോയപ്പോഴത്തേനും ഇരിക്കുന്നത് കണ്ടു, അങ്ങ് എടുത്തു. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ലഞ്ചാണ്. അപ്പോൾ എൻ്റെ ലഞ്ചിൻ്റെ കുക്കിങ്ങും ലഞ്ച് പ്രിപ്പറേഷൻ. അപ്പോൾ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട്, ഉച്ചക്കത്തേന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മുരിങ്ങയില മുഴുവൻ ഇല ഫുള്ള് ഞുള്ളി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനെ അരിയുന്നില്ല. അപ്പോൾ അരിയുന്നത് ഭയങ്കര മെനക്കേടുമാണ്. പിന്നെ അരിയുന്നതും ഇങ്ങനെ വെക്കുന്നതും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. പിന്നെ കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നത് അരിയാതെ ഇങ്ങനെ പിച്ചിടുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അപ്പോൾ അരിയുമ്പോൾ ചില കേസിൽ കയ്പ്പ് രസം വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ അരിയുന്നില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ ഡയറിയാണ്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഞാനിപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടും പിന്നെ കുക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലങ്ങ് കുറിച്ച് വെക്കും. അപ്പോൾ എനിക്കിക്ക ഓഫീസിൽ നിന്ന് കൊണ്ട് തന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് ഡയറിയാണ്. പിന്നെ ഫ്രണ്ടിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് സാറാക്ക് സ്കൂളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരുപാട് സ്റ്റിക്കറുകൾ കിട്ടിയായിരുന്നു. അപ്പോൾ സാറ എനിക്ക് 2-3 സ്റ്റിക്കർ തന്നപ്പോൾ ആ സ്റ്റിക്കർ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലങ്ങ് ഒട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഡയറി ആയിരുന്നു. കാര്യവശാൽ ഓരോ കാര്യങ്ങളൊക്കെ മറന്നു പോകാതെ കുറിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഡയറിയൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ മുരിങ്ങയില വിശേഷങ്ങൾ. അപ്പോൾ മുരിങ്ങയില ഇനി കഴുകി മാറ്റട്ടെ. അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയില തോരൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. രണ്ടാമത് കുറച്ച് അയലമീനുണ്ട്, അത് മസാല പുരട്ടുകയാണ്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കുറച്ച് വിനേഗറും ചേർത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാനാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ മസാല നന്നായിട്ട് എല്ലായിടത്തും പറ്റുന്ന രീതിയിലൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇനി മസാല ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇരുന്ന് നന്നായിട്ട് മസാല പിടിക്കട്ടെ. മസാല പിടിച്ചതിന് ശേഷം ഇത് പൊരിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഒരു 2-3 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നൂഡിൽസും പാസ്തായും ഒക്കെ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിരുന്ന കറിക്കൊന്നും ഇല്ല. അപ്പോൾ ഒരു 2-3 പീസ് ചിക്കൻ. അപ്പോൾ ആ ചിക്കനും വെറുതെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഓർത്തു അതും കൂടി മസാല പുരട്ടിയെടുക്കാം എന്ന് വിചാരിച്ചു. ഇന്ന് സാറ്റർഡേ ആണല്ലോ, അതുകൊണ്ട് ലഞ്ചിന് ഇന്ന് ഇക്ക ഉണ്ട്. അപ്പോൾ ഇക്ക ഉള്ളപ്പോഴത്തേനും ഞാൻ കുറച്ച് കറികളൊക്കെ കൂടുതൽ വെച്ചിട്ടുള്ള ലഞ്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് പരിപ്പ് കറി, ഇക്കയുടെ ഫേവറേറ്റ് കറിയാണ് പരിപ്പ് കറി എന്ന് പറയുന്നത്. അപ്പോൾ പരിപ്പിൻ്റെ ബോട്ടിൽ നോക്കിയപ്പോൾ പരിപ്പ് തീർന്നിരിക്കുന്നു. അപ്പോൾ പരിപ്പ് കവറിൽ ഞാൻ പൊട്ടിച്ചിടുകയാണ്. അപ്പോൾ ഇന്ന് വെക്കുന്നത് പരിപ്പ് കറിയാണ്. അപ്പം ഞാൻ നോർമലി ഒരു പരിപ്പ് കറി വെക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മീര. അവൾ കോട്ടയത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവൾ ഇന്ന് വിളിച്ചു. അപ്പോൾ കറി എന്താണ് എന്നൊക്കെ എന്നോട് വിശേഷം തിരക്കിയപ്പോൾ ഞാൻ പറഞ്ഞു മുരിങ്ങയില വാങ്ങിച്ചു, മുരിങ്ങയിലയാണ് കറി എന്ന് പറഞ്ഞു. അപ്പോൾ പരിപ്പാണ് കറി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എടി ഒരു കാര്യം ചെയ്യും, പരിപ്പ് കറി വെക്കുമ്പോൾ ഒരു പിടി പരിപ്പിലേക്ക് മുരിങ്ങയില പരിപ്പ് കറി വെക്ക്, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. എൻ്റെ കൊച്ചെഴുന്നേറ്റ്, അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇരുത്തി അവളങ്ങനെ കുറച്ച് നേരം ഇരിക്കും, കുഴപ്പമില്ലാതെ ഇരുന്നോളും. അവൾക്ക് അങ്ങനെ ഇരുന്ന് ശീലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ ഇരുത്താൻ എനിക്ക് വലിയ ടെൻഷനില്ല. അപ്പോൾ ഞാനിത് അവളെ ഒന്ന് കളിപ്പിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഞാൻ അവൾക്ക് എന്താണെന്ന് വെച്ചാൽ
കൊടുത്തിട്ട് അതിന് ശേഷം വീണ്ടും ഞാൻ കുക്കിങ്ങിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മുരിങ്ങയിലയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒതുക്കുവാണ്. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു പിടി തേങ്ങ ഇട്ടു. നല്ല ഫ്രഷ് തേങ്ങയാണ്, നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങയാണ്. ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നുമില്ല, ഒരു അഫോർഡബിൾ പ്രൈസാണ് ഒരു ബൗള് തേങ്ങയ്ക്കൊക്കെ. അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നീട് എന്താ തേങ്ങ മുരിങ്ങയിലേക്കും ചീരയ്ക്കും ഒക്കെ ഒതുക്കുന്ന സാധാ അപ്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും ഇട്ട് ഒരുപാട് അരയണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഞാൻ തേങ്ങയുടെ അരപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനത് ഒന്നും കൂടി ഒന്ന് കാണിച്ചതാണ്. ഇതാ മുരിങ്ങയിലയൊക്കെ കഴുകി തുളയുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ മുരിങ്ങയിലയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ ഇതാ പരിപ്പ് കറി വെക്കാനുള്ള പരിപാടിയിലാണ്. ഇതാ പരിപ്പ് കഴുകി വെച്ചിരിക്കുന്നു. പിന്നെ പരിപ്പിനുള്ള കംപ്ലീറ്റ് ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പർച്ചേസിന് പോയപ്പോൾ ഗാർലിക്ക് തീർന്ന കാര്യം ഞാൻ മറന്നുപോയി, ഗാർലിക്ക് എടുത്തില്ല. അതുകൊണ്ട് ഇന്ന് ഗാർലിക്കിന് ചെറിയൊരു ക്ഷാമമുണ്ട്. അതാണ് കുറച്ച് വെളുത്തുള്ളി ഇടുന്നത്. സാധാരണ ഞാൻ ഒരുപാട് വെളുത്തുള്ളിയാണ് പരിപ്പിനൊക്കെ ഇടുന്നത്. അതാണ് ഒരു പിടി മുരിങ്ങയില, തക്കാളി, കറിവേപ്പില, സവോള, പച്ചമുളക്, ഗാർലിക്കിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ പരിപ്പും ഇട്ടു. ഇനി ഇതിലേക്ക് പൊടികളെല്ലാമാണ് ഇട്ടത്. മുളക് പൊടി ഇട്ടു. പൊടികളെല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ പരിപ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അത്രയും പൊടികളും ഇട്ടു. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഓരോരോ ഐറ്റംസ് ഞാൻ ഇടുകയാണ്. അപ്പോൾ ഈ പരിപ്പിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഷോർട്സിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റെസിപ്പി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഓരോ ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിക്കുക. എനിക്ക് പരിപ്പ് ഒരുപാട് വെന്ത് പോകുന്നത് ഇഷ്ടമല്ല. എനിക്ക് പരിപ്പ് കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇക്കാക്ക് കുറച്ച് വേവെന്നാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ പരിപ്പ് ഇന്ന് കുറച്ച് വേവിച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് കുറച്ച് വേവുള്ള പരിപ്പാണല്ലോ. മസൂർ ദാൽ എന്ന് പറയുമ്പോൾ ആ ഓറഞ്ച് കളർ ദാൽ എന്ന് പറയുമ്പോൾ വേവ് വളരെ കുറവാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മസൂർ ദാലാണ്. മസൂർ ദാൽ ആയതുകൊണ്ട് തന്നെ മസൂർ ദാലല്ല, ഇത് തുവരപ്പരിപ്പാണ്. ഇതിന് കുറച്ച് വേവ് കൂടുതലുണ്ട്. അപ്പോൾ ഒരു 4 വിസിലൊക്കെ ഞാൻ കേൾപ്പിച്ചായിരുന്നു. മസൂർ ദാലാണെങ്കിൽ 1 വിസിൽ കേട്ടാൽ മതി. അപ്പോൾ ഇതാ മുരിങ്ങയില പരിപ്പ് കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പ് കറിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി മീര ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് ഞാനിന്ന് എന്തായാലും മുരിങ്ങയില ഉണ്ടായിരുന്നു. അപ്പോൾ അവളൊക്കെ വീട്ടിൽ വെക്കാറുള്ള ഒരു സ്ഥിരം റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇന്ന് ആ ഒരു ഐറ്റമാണ് ഇന്ന് വെച്ചത്. അപ്പോൾ ഇതാ കുക്കർ അടച്ചതിന് ശേഷം വിസിൽ കേൾക്കട്ടെ, ഒരു 3-4 വിസിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം ഇതാ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഞാൻ മുരിങ്ങയില വെക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് മുരിങ്ങയിലയുടെ ഈ വളരെ സിമ്പിളാണ്, ഈസി റെസിപ്പിയാണ്. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ അമ്മച്ചിനെ വിളിച്ചിട്ട് ഒന്ന് വെക്കുന്ന രീതിയൊക്കെ ഒന്ന് കൺഫേം ചെയ്തതാണ്. തേങ്ങ ഒതുക്കുമ്പോൾ എന്തൊക്കെ ചേർക്കണമെന്നും അതുപോലെ തന്നെ മുരിങ്ങയിലയ്ക്ക് എണ്ണ ഒഴിക്കണമെന്നും അങ്ങനെ. അപ്പോൾ അമ്മച്ചി വെക്കുന്ന രീതിയിലാണ്. അമ്മച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം മുരിങ്ങയില ഒന്ന് വഴട്ടിയെടുക്കും. അടച്ചു വെച്ച് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് വഴട്ടും. അതിന് ശേഷമാണ് തേങ്ങ ഒതുക്കി ചേർത്തതിന് ശേഷം കുറച്ച് നേരം വേവിക്കും എന്നാണ് അമ്മച്ചി പറഞ്ഞത്. അപ്പോൾ അമ്മച്ചി വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ മുരിങ്ങയില അരിയാറുണ്ട്. ഞാൻ എന്തായാലും അരിഞ്ഞാലും അരിഞ്ഞില്ലെങ്കിലും ടേസ്റ്റൊക്കെ ഒന്നാണല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് ഞാനിന്ന് മെനക്കെടുന്നില്ല. അപ്പോൾ അരിയാതെ തന്നെ വെച്ച് കഴിച്ചു. ഇപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി മുരിങ്ങയിലയായിരുന്നു. ഇതാ ഞാൻ എൻ്റെ മുരിങ്ങയിലയുടെ തേങ്ങ ഒതുക്കി ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ്. അപ്പോൾ തേങ്ങയുടെ പച്ചമണവും മുരിങ്ങയിലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വേവാനായിട്ട് ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് കുറച്ച് ആദ്യം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം തുറന്ന് വെച്ച് വേവിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പോകണമല്ലോ, അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് തുറന്ന് വെച്ച് വേവിക്കാം. എനിക്ക് പൊലുവിലാന്ന് കിടക്കുന്നതാണ് ഇഷ്ടം. മുരിങ്ങയില ഒന്നിനോടൊന്ന് കൂടുന്നതിനേക്കാളും പൊലുവിലാന്ന് കിടക്കുന്നത്. അപ്പോൾ തേങ്ങ കുറച്ചും കൂടെ എനിക്ക് ഒതുക്കിയതിൻ്റെ ബാക്കി കുറച്ച് കൂടുതൽ തേങ്ങ ഞാൻ ഒതുക്കിയായിരുന്നു. പിന്നെ അപ്പോൾ കുറച്ച് എനിക്ക് മുരിങ്ങയില കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒതുക്കിയ തേങ്ങയുടെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും
ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിച്ച ചെറിയ ടിന്നായിരുന്നു കേട്ടോ. അപ്പം 3 ടിന്ന് എന്തോ ചെറിയൊരു പ്രൈസിന് കിട്ടിയത് കൊണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് മുരിങ്ങയിലയുടെ അരപ്പ് ബാക്കി വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഈ കുഞ്ഞു ഡപ്പയിൽ എന്തിടുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അത് യൂസ് ആക്കാമല്ലോ, ഉപകരിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഒരു ചെറിയ പിടി തേങ്ങ അരപ്പ് ബാക്കി വന്നപ്പോൾ ഞാനത് ആ ടിന്നിൽ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നിനുമല്ല, ഇന്ന് മുരിങ്ങയിലല്ലേ വെച്ച, നാളെ ചീര വെക്കാം. അപ്പോൾ ചീര വെക്കുമ്പോൾ എന്താണേലും തേങ്ങ അരപ്പ് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അരപ്പ് അതിലേക്ക് ചേർക്കാമല്ലോ. അപ്പോൾ അതാ എൻ്റെ മുരിങ്ങയില എന്ന് പറയുന്നത് അടച്ച് വെച്ച് വേവിച്ചു. പിന്നെ ഇതിൽ പച്ചമുളകിൻ്റെ 1-2 പച്ചമുളക് ഒതുക്കിയതിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എരിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ 2 വത്തൽമുളകും കൂടെ പൊട്ടിച്ചിട്ടു. അപ്പോൾ ഇതാ മുരിങ്ങയില എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ച് വേവിക്കുകയാണ്. കാരണം ഇനി കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറട്ടെ, പൊലുപുലാന്നാവട്ടെ. അതായത് ഞാൻ കുറച്ച് എടുത്ത് കഴിച്ച് നോക്കിയതാണ്. എനിക്ക് ഒരുപാട് നാൾ കൂടി ഇത് കഴിച്ചത് കൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നാട്ടിൽ വീട്ടിൽ വെച്ച് തരുന്ന അതേ ടേസ്റ്റിൽ കറക്റ്റായിട്ട് ഒത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. എനിക്ക് മോര് കാച്ചിയതും അതുപോലെ തന്നെ പപ്പടവും മുരിങ്ങയില തോരനും ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് മോര് കാച്ചിയതല്ല, ഇന്ന് പരിപ്പ് കറിയാണ്. ഓക്കെ, അപ്പോൾ ഇക്കാടെ ഇഷ്ടത്തിന് ഞാനിന്ന് പരിപ്പ് കറി വെച്ചതാണ്. എനിക്ക് മോര് കാച്ചിയതും അല്ലെങ്കിൽ നമ്മുടെ കട്ട തൈരുണ്ടല്ലോ, നാട്ടിൽ ഒഴിച്ച് വീട്ടിലുണ്ടാക്കുന്ന ആ തൈര്, മോര്, അതും മുരിങ്ങയിലയും ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ ഇന്നലെ രാത്രി ഞാൻ അരച്ച് വെച്ചായിരുന്നു വെള്ളയപ്പത്തിൻ്റെ മാവ്. അപ്പോൾ അതൊക്കെ നല്ല പുളിച്ചു, ബബിൾസൊക്കെ കണ്ടല്ലോ, അത് പുളിച്ചു നന്നായിട്ട് വന്നു. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാനാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രണ്ട്സുമായിട്ട് രാത്രിയൊക്കെ കറങ്ങാൻ പോയിട്ട് രാവിലെ 7:30-8 മണിയായപ്പോഴാണ് വീട്ടിൽ വന്ന് കിടന്നത്. അപ്പോൾ ഇനി എന്താണേലും ഉച്ചയ്ക്ക് എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ അവരെവിടെയാണ് പോയത്? റാസൽ കൈമ അല്ല, റാസൽ കൈമയോ അങ്ങനെ എന്തോ എവിടെയാണ് പോയത്. അപ്പോൾ എന്താണേലും ഇനി ഉച്ചയ്ക്ക് എഴുന്നേക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണ്. എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായയും വെച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടി കൊടുക്കാം, അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാനൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ മുരിങ്ങയില റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പരിപ്പ് കുക്കറിലിരിക്കുന്നു. പിന്നെ ഫ്രിഡ്ജിൽ മസാല പുരട്ടി വെച്ചിരുന്ന ഫിഷും ചിക്കനും ഞാനിതാ പുറത്തേക്ക് എടുത്തു. കാരണം ഏകദേശം അതൊക്കെ പൊരിച്ച് റെഡിയാക്കി വെക്കാനുള്ള ടൈമൊക്കെ ആയി. അപ്പോൾ എൻ്റെ പരിപ്പ് നന്നായിട്ട് വെന്ത് ഞാനൊരു 3-4 വിസിലാണ് കേൾപ്പിച്ചത്. അതുകൊണ്ടാണ് പരിപ്പ് കടിക്കാനുള്ള പാകത്തിനല്ല, കുറച്ച് വെന്തിട്ടുണ്ട്. ഇക്കാടെ ഇഷ്ടപ്പെട്ട ഒരു പാകമാണിത്. അപ്പോൾ പരിപ്പ് വെന്തു. ഇനി താളിച്ചൂറ്റൽ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പരിപ്പ് താളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും കരുതി വെച്ചിട്ടുണ്ട്. പിന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങയില ഭയങ്കര ഹെൽത്തി ആയിരിക്കുമല്ലോ. പരിപ്പെന്ന് പറയുന്ന അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിൻ്റെ കൂടെ മുരിങ്ങയിലയും കൂടെ ചേരുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. പിന്നെ വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനപ്പോൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുകൊക്കെ പൊട്ടിച്ച് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് ഒന്നാമത് ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയാണ്. അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും കടുക് വറക്കൽ അല്ലെങ്കിൽ താളിച്ചൂറ്റൽ പരിപാടിയിലേക്ക് പോകണം. ഞാൻ വീണ്ടും ആ മുരിങ്ങയില എടുത്ത് കഴിക്കും കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. കുറേ നാൾ കൂടി കഴിക്കുന്നത് കൊണ്ടായിരിക്കും എനിക്ക് മുരിങ്ങയിലത്തോരൻ കഴിക്കാൻ തോന്നി. അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരു ഇല്ലേ, നാട്ടിൽ പോയിട്ടൊക്കെ വരുമ്പോൾ എനിക്ക് കിട്ടുമോ എന്നറിയത്തില്ല. നാട്ടിൽ ചക്കക്കുരു ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നാട്ടിലിങ്ങനെ പോയിട്ട് വരുമ്പോൾ ചക്കക്കുരുവൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ചക്കക്കുരു കൂട്ടാൻ തോന്നുന്നു, മുരിങ്ങയില കൂട്ടാൻ തോന്നി. മുരിങ്ങയില ഏതായാലും സാധിച്ചു. ഇനി ചക്കക്കുരു എന്ന് പറയുന്ന ഒരു ആഗ്രഹം നിൽക്കുന്നുണ്ട്. അത് കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. കിട്ടുവാണെങ്കിൽ അതൊന്ന് കഴിക്കണം. പിന്നെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ആദ്യം ഉള്ളിയും വെളുത്തുള്ളി ഇടാമെന്ന് വിചാരിച്ചു. പിന്നീട് കറിവേപ്പില, ഏറ്റവും ലാസ്റ്റ് വത്തൽമുളക്. അപ്പം അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വെളുത്തുള്ളിയും ഉള്ളിയും നന്നായിട്ട് മൂക്കണം കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളർ വരണം.
അപ്പോൾ കുറച്ച് നന്നായിട്ട് മൂക്കണം, ബ്രൗൺ കളർ വന്ന് അതിനുശേഷം താളിച്ചൂറ്റുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നത്. ഹറിബറി സ്പീഡ് പിടിച്ച് നമ്മൾ താളിച്ചൂറ്റുന്നതിനേക്കാളും ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് ഊറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് എല്ലാത്തിനും അങ്ങനെയാണല്ലോ, ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം നമ്മൾ കടുക് പൊട്ടിക്കുമ്പോഴത്തേനും നമ്മൾ താളിച്ചൂറ്റുമ്പോഴത്തേനും നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ട് താളിച്ച് ഊറ്റുമ്പോഴത്തേനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് വഴട്ടുകയാണ്. ഏറ്റവും ലാസ്റ്റാണ് വത്തൽമുളക് ചേർത്തത്. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റാണ് വത്തൽമുളക് ചേർത്തത്. അപ്പം ഈ പരിപ്പ് കറി എന്ന് പറയുന്നത് അത്യാവശ്യം ആവശ്യത്തിന് എരിവുണ്ട്. എന്താണെന്ന് വെച്ചാൽ പച്ചമുളക്, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, വത്തൽമുളക്, ഈ 3 സാധനങ്ങൾ കുറച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യത്തിന് എരിവും ഒക്കെയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ പരിപ്പ് കറിയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഫേവറേറ്റാണ്. എനിക്ക് പരിപ്പൊന്നും ആദ്യ കാലങ്ങളിൽ വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇക്കയുടെ കൂടെ കൂടിയേ പിന്നെ പരിപ്പ് കറിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഇങ്ങനെ വെക്കുന്ന പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചില ദിവസങ്ങളിൽ പരിപ്പ് ഞാനിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ബൗളിൽ വെറുതെ കോരി കുടിക്കാറുണ്ട്. അപ്പം അങ്ങനെയും ചെയ്യാറുണ്ട്. ഭയങ്കര നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ആ പരിപ്പ് കറിയുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. താളിച്ചൂറ്റലും കഴിഞ്ഞപ്പോഴത്തേനും പരിപ്പ് കറിയുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. അപ്പം താളിച്ചൂറ്റുമ്പോഴത്തേനും കുറച്ച് നേരം അടച്ച് ഇരിക്കട്ടെ. അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടാൻ വേണ്ടിയിട്ട് അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടെ ഇരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുകട്ടെ. കുറച്ചും കൂടെ കുറുകുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ പരിപ്പ് കറിയുടെ പരിപാടി കഴിഞ്ഞു, അതുപോലെ തന്നെ മുരിങ്ങയിലയുടെ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഫിഷ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അപ്പം ഫിഷിന് വേണ്ടി നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അയല മീനാണ്. അപ്പോൾ നന്നായിട്ട് എരിവൊക്കെ ചേർത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ മുളക് പൊടിയും കുറച്ച് കൂടുതൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല സ്പൈസി ആയിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ പൊരിച്ചതും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതുമാണ്. പിന്നെ പപ്പടം പൊരിക്കണമെന്നും വിചാരിക്കുന്നുണ്ട്. ഇന്ന് പിന്നെ തോരനും പരിപ്പ് കറിയും മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും പപ്പടം പൊരിച്ചതും പിന്നെ അച്ചാറ് ചമ്മന്തിപ്പൊടി ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. പിന്നെ ചോറ് വെച്ചിട്ടില്ല, ചോറ് വെക്കണം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ചിക്കനിലും മസാലയൊക്കെ ഒന്നും കൂടി ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ലഞ്ചിൻ്റെ കറികൾ ഓരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താണേലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ പരിപാടി പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഇക്ക എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റപ്പോഴത്തേനും ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടി, ഞാനും ഇന്ന് രാവിലെ ഒന്നും കുടിച്ചുമില്ല കഴിച്ചുമില്ല. സമയം ഇപ്പോൾ 11:30-12 മണിയായി. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഓരോ ഗ്ലാസ് ചായ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. പാൽ ഒഴിച്ചു, അതിലേക്ക് 2 ഏലക്കായും പൊട്ടിച്ചൊഴിച്ചു. അത് തിളച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാര ആ ഒരു സ്വീറ്റ്, ഞാൻ പഞ്ചസാരയല്ല ചേർക്കുന്നത്, അതിന് പകരം വേറൊരു സാധനമാണ് ചേർക്കുന്നത്. അതും പിന്നെ തേയിലപ്പൊടിയും ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഫിഷ് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സൈഡ് ഞാൻ തിരിച്ചു മറിച്ചുമൊക്കെ ഇടുകയാണ്. അങ്ങനെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ലഞ്ചാണ്. ഒരുപാട് ഹെവി ആയിട്ട് ഒന്നും ഇന്ന് ചെയ്യുന്നില്ല. പക്ഷേ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്കിഷ്ടമുള്ള കുറച്ച് കറികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിമ്പിൾ ലഞ്ച്. അപ്പോൾ ഇതാ അടുപ്പിൽ പാൽ വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ. അതിന് ശേഷം ഇതാ നമ്മുടെ കറികളും കാര്യങ്ങളും എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ഈ പരിപ്പൊക്കെ ഒന്ന് അടച്ചു വെച്ച് മാറ്റിയേക്കുവാണ്. കാരണം ഇതിൻ്റെയൊക്കെ പരിപാടികൾ കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫിഷ് ഫ്രൈ ചെയ്ത് മാറ്റിയേക്കാം. പിന്നെ അതുപോലെ തന്നെ ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റിയേക്കാം. അപ്പോൾ പണികളെല്ലാം ഒന്ന് ഒതുക്കിയേക്കാം. അങ്ങനെയാകുമ്പോൾ ഈ കിച്ചണിൽ തന്നെ നിൽക്കണ്ടല്ലോ. അപ്പോൾ പണികളങ്ങ് ഒതുക്കി മാറ്റിയേക്കാം. അപ്പോൾ എന്താണേലും ഇനിയിപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ചായയും എന്തെങ്കിലും ബ്രെഡോ എന്തെങ്കിലും കഴിക്കും. അതുകൊണ്ട് ലഞ്ച് ഉടനെ വേണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടും മതി എന്ന് വിചാരിച്ചു. നമ്മുടെ കറികളും കാര്യങ്ങളും എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാനപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്തു, കുക്കറിൽ ചോറ് വെക്കുകയാണ്. ഫിഷ് ഇതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ലാസ്റ്റ് കുക്കറിൽ ചോറ് വെക്കുകയാണ്. അപ്പം ഞാൻ അരി ഇട്ടു, ഉപ്പും ഇട്ട്. അപ്പോൾ ഇതാ കുക്കർ അടയ്ക്കാൻ പോവാണ്. അപ്പോൾ ചോറും നമ്മൾ കുക്കറിലാണ് കോമൺ ആയിട്ട് വെക്കാറ്.
അപ്പം അതിനുശേഷം എന്ത് ചെയ്തു, നമ്മളിപ്പോൾ എന്താണ് ചായ വെച്ചതിന് ശേഷം അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് പീനട്ട് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വീറ്റ് ബ്രെഡും ഉണ്ട്, വൈറ്റ് ബ്രെഡും ഉണ്ട്. അപ്പോൾ സാറായ്ക്ക് വൈറ്റ് ബ്രെഡാണ് ഇഷ്ടം. അപ്പോൾ വൈറ്റ് ബ്രെഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതാ ബ്രെഡുകളിലെല്ലാം പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തു. എല്ലാ ബ്രെഡ് സ്ലൈസിലും പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തു. പിന്നെ ഒരു റോബസ്റ്റ പഴുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ മുകളിൽ ഞാൻ റോബസ്റ്റ കട്ട് ചെയ്ത് ഓരോ പീസ് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലഞ്ച് അത്യാവശ്യം കാര്യമായിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ, പിന്നെ ലേറ്റായിട്ട് എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് ചെയ്യുന്നില്ല. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ 12 മണിക്കൊക്കെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ 12 മണി എന്ന് പറയുന്നത് ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് എന്നും വെളുപ്പിനെയാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ സാറ്റർഡേ സൺഡേ ആണ് ഒന്ന് ഉറങ്ങുന്നത് കുറച്ച് നേരം. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കും. പിന്നെ ലഞ്ച് കഴിക്കാൻ വയറില്ല, ലഞ്ച് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് വേണ്ട, അത് സ്കിപ്പ് ചെയ്തിട്ട് ലഞ്ച് ഹെവി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ പീനട്ട് ബട്ടർ വിത്ത് ബനാന വെച്ചിട്ടുള്ള ആ സ്റ്റഫ് ചെയ്തതിന് ശേഷം ഞാൻ സാൻഡ്വിച്ച് ചെയ്തു. ഇനി അത് കട്ട് ചെയ്ത് കഴിക്കും. അപ്പം അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ കിച്ചണിലേക്ക് പോയി ഫിഷ് എല്ലാം പൊരിച്ച് മാറ്റി. അപ്പോൾ ആ ഫിഷ് പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചായ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് ഷുഗറൊക്കെ ആഡ് ചെയ്ത് അതിന് ശേഷം തേയിലപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് ഏലക്കയൊക്കെ ആയി നമ്മുടെ ചായ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം ടേബിളിലേക്ക് എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ ഗ്ലാസ് ചായയാണ്, നല്ല ചൂട് ചായ. അപ്പോൾ നല്ല ചൂട് ചായ, ഇന്ന് വലിയ ഗ്ലാസ്സിലാണ് ചായ എടുത്തിരിക്കുന്നത്. കാരണം ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. അപ്പോൾ ചായയും ബ്രെഡ് വിത്ത് പീനട്ട് ബനാന സ്റ്റഫൊക്കെ വെച്ചിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടി ഒപ്പിക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതാണ്, പക്ഷേ കുറേ നാൾ കൂടിയാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ ഇക്കാക്കും ഇത് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിതാണ് കഴിച്ചത്. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്, ഇന്നത്തെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രെഡും അതുപോലെ തന്നെ പീനട്ട് ബട്ടറും പഴവും കൂടെ വെച്ചപ്പോൾ കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ്. അപ്പം ഞാനിതാ ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ഒരു 2-3 സ്ലൈസ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒരു ഗ്ലാസ് ചായയും കൂടെ എടുത്ത് ഇക്കാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതിങ്ങനെ സാൻഡ്വിച്ച് ചെയ്ത് കഴിച്ചപ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇത്രയും രുചി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം പീനട്ട് ബട്ടർ കുറേ നാളായിട്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് വെറുതെ ഒന്ന് ഓർത്തപ്പോൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു. എൻ്റെ കുക്കറിൽ ഇരുന്ന് ചോറ് നന്നായിട്ട് വെന്തു. അപ്പോൾ ഞാൻ എന്നും കുക്കറിൽ തന്നെയാണ് ചോറ് വെക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, കുക്കറിൽ നിന്നെടുത്ത് ഡയറക്റ്റ് ചോറ് കഴിക്കുകയല്ല ചെയ്യുന്നത്. അത് ടാപ്പ് വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആവി കയറ്റിയിട്ട് അടച്ചു വെച്ച് ആവി കയറ്റിയിട്ട് നല്ല ചൂട് ചോറാണ് കഴിക്കുന്നത്. അപ്പം നമ്മുടെ ആ അടുപ്പിലൊക്കെ വെക്കുന്ന കലത്തിലിട്ട് വെക്കുന്ന ആ ഒരു ഫീലാണ്. അപ്പോൾ ആ ഒരു ഫീലോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചോറ് ചെയ്യാറ്. അപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ഞാൻ കമ്പൽസറി ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഞാനും സാറാമോളും ഉള്ളപ്പോഴത്തേനും കുക്കറിൽ നിന്ന് എടുത്ത് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് വാട്ടറിൽ ഒന്ന് നനച്ചതിന് ശേഷം ഞങ്ങൾ വിളമ്പി കഴിക്കും. കാരണം ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ല. അപ്പം ഇക്കാക്കും കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് രസമായിട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ചോറെല്ലാം എന്ത് ചെയ്തു, ഒന്ന് നിരത്തി വെച്ച് ആവി കയറ്റി. അപ്പോൾ ഇതാ എൻ്റെ ഫിഷ് ഫ്രൈയും എൻ്റെ ചിക്കൻ ഫ്രൈയും റെഡിയായി. അപ്പോൾ കറികളെല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ ഇനി ഒരു പപ്പടം മാത്രം പൊരിച്ചാൽ മതി. മുരിങ്ങയില തോരൻ റെഡിയായി, പരിപ്പ് എല്ലാം റെഡിയായി. അപ്പോൾ ചോറും ഇഡലിത്തട്ടിൽ വെച്ച് ആവി കയറ്റി നല്ല അടിപൊളി, നമ്മൾ കലത്തിലൊക്കെ വെക്കുന്ന അടിപൊളി ചോറ്. പിന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ചപ്പോഴത്തേനും വളരെ തിക്കായിട്ടുള്ള ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയായി. ഇതാണ് ഇക്കാക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോമിലോട്ട് ആക്കിയത്. അപ്പം നല്ല ചൂട് ചോറും പരിപ്പ് കറിയും മുരിങ്ങയില തോരനും
അതുപോലെ തന്നെ വേറെ എന്താ നമ്മുടെ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ചമ്മന്തിപ്പൊടിയും പപ്പടവും. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു നാടൻ ഉച്ച ഊണ്. സംഭവം വളരെ സിമ്പിളാണ്, ഒരു സിമ്പിൾ ലഞ്ചാണ്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പം ഞാൻ ഓൾമോസ്റ്റ് 12 മണി 12:30 ആയപ്പോഴത്തേനും നമ്മുടെ ചോറും കറികളൊക്കെ റെഡി ആയായിരുന്നു. ഇപ്പോൾ ഒരു 2, 2:30, 3 മണിയായി. അത്യാവശ്യം നല്ല വിശപ്പായി. ഇടയ്ക്ക് ആ ചായയൊക്കെ കുടിച്ചത് കൊണ്ട് വിശപ്പൊന്ന് മാറിയായിരുന്നു. അപ്പോൾ ഇതാ നല്ല വിശപ്പോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചോറും കറിയും കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇക്കാക്കുള്ളത് വിളമ്പി കൊടുത്തു. ഇപ്പോൾ ഇതാ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്ലേറ്റ് എടുത്തു. എൻ്റെ പ്ലേറ്റിൽ കുറച്ച് ചൂട് ചോറ് വിളമ്പി, അതിലേക്ക് കുറച്ച് മുരിങ്ങയില തോരൻ, പിന്നെ 2 പീസ് മീൻ പൊരിച്ചത്. ഞാൻ മീൻ പൊരിച്ചത്, പിന്നെ 1 പീസ് ചിക്കൻ, 1-2 പീസ് ചിക്കൻ ഫ്രൈ, പിന്നെ പപ്പടം, പരിപ്പ് കറി. ഞാൻ ചമ്മന്തിപ്പൊടി എടുക്കാൻ വിട്ടുപോയി. പിന്നെ ചമ്മന്തിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത്രയും ചോറും കറിയും ഉള്ളപ്പോൾ പിന്നെ ഇനി ചമ്മന്തിപ്പൊടിയുടെ അച്ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നാടൻ ലഞ്ച് നമ്മൾ ഇന്ന് ഇക്കായും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും കുറച്ച് അരങ്ങായിട്ട് ചോറും കറിയൊക്കെ വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫീസുള്ള ദിവസം ഇക്ക ചോറൂണില്ല. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടും. അപ്പോൾ അതാണ് കഴിക്കുന്നത്. അപ്പോൾ ഓഫീസ് ഇല്ലാത്ത ദിവസം, ഇപ്പോൾ സാറ്റർഡേ സൺഡേ ആണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത്. അപ്പോൾ ചോറ് കഴിക്കുന്ന ദിവസം ഇഷ്ടത്തിനുള്ള ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതാ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി യമ്മി ആയിട്ടുള്ള പരിപ്പ് കറിയായിരുന്നു. അതിൻ്റെ കൂടെ ഇതാ ഞാൻ മുരിങ്ങയിലയൊക്കെ എടുത്ത് ഇതിൻ്റെ കൂടെ പപ്പടമൊക്കെ പൊടിച്ചു കൂട്ടുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. പിന്നെ അയലമീൻ പൊരിച്ചതാണ്. മീൻ പൊരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സ്പൈസി, കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ കൂടുതൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ മോർണിംഗ് ടു നൂൺ വിശേഷങ്ങൾ. അപ്പം എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെയുള്ള എൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫുഡിനെ ഇഷ്ടപ്പെടുന്നവർ, ആഹാരമൊക്കെ കണ്ടിരിക്കാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമുള്ളവർ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. ആഹാരം ഇഷ്ടപ്പെടുന്നവർക്ക് ആഹാരത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.